കിറ്റെക്സ് ഓണർ സാബു ജേക്കബിനെ ജെട്ടി സാബു എന്ന് വിളിച്ചുകൊണ്ട് നടന്ന സഖാക്കളുടെ നേതാക്കന്മാരെല്ലാവരും ഇട്ടിരിക്കുന്നത് സാബു വാങ്ങിക്കൊടുത്ത ജെട്ടികൾ. സാബു അതാണ് പറഞ്ഞത്, നമുക്ക് പണ്ടേ അറിയാം ഈ തൊഴിലാളി വർഗ പാർട്ടി, തൊഴിലാളി ക്ഷേമം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മുതലാളിമാരുടെ ബംഗ്ലാവിന് പിന്നിലും ആഫീസുകളുടെ പിന്നിലും പോയിട്ട് ധാരാളം പണം വാങ്ങി പാർട്ടി ഫണ്ടിലേക്കും കുടുംബ ഫണ്ടിലേക്കും ഒക്കെ ചേർക്കുന്നുണ്ട് എന്ന് പണ്ടേ നമുക്കെല്ലാം സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തൊഴിലാളി വർഗ സ്നേഹത്തിനോട് നമുക്ക് വലിയൊരു സംശയത്തോടു കൂടിയേ ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ കാശും മേടിച്ച് ഇവന്മാർ കുടുംബത്തോടെ ഇരുന്നാൽ പോരെ. എന്നിട്ടും ഇവർ ഈ തൊഴിലാളികളെ കുത്തി ഇളക്കി സമരം ചെയ്ത് ആ സ്ഥാപനം പൂട്ടിച്ച് പിന്നെ അത് തുറക്കാൻ വേണ്ടി തൊഴിലാളികൾ സമരം ചെയ്ത് നമ്മുടെ പുനലൂർ പേപ്പർ മില്ല്, ആലപ്പുഴയിലുള്ള കയർ ഫാക്ടറികൾ, അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ ഇവരിങ്ങനെ പിന്നാമ്പുറത്തൂടെ പോയി പണം മേടിക്കുക, എന്നിട്ട് പാർട്ടി വലുതാക്കുക, ഇവർ മുന്നിൽ നിന്ന് സംസാരിച്ച് വലിയ വലിയ നേതാക്കളായി കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഇവരോട് പറയുക, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കമ്പനി തുറക്കും, ഫാക്ടറി തുറക്കും, നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ കൂട്ടിത്തരും. നമ്മളെ ഈ മലയാളികൾക്ക് ഈ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല എന്നുള്ളത് സഖാക്കൾക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്, നേതാക്കന്മാർക്ക്. അതുകൊണ്ട് അവർക്കറിയാം ഒരു കമ്പനി തുടങ്ങി എത്ര കാലം കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ബ്രേക്ക് ഇവൺ പോയിന്റ് ഒക്കെ വരുന്നത്, 10 രൂപയെങ്കിലും ആ മുതലാളിക്ക് കിട്ടാൻ തുടങ്ങുന്നത് അവർക്കറിയാം. പക്ഷെ ഇതൊന്നും തൊഴിലാളിക്ക് അറിയില്ല. തൊഴിലാളിയോട് പറയും, നീ കഷ്ടപ്പെടുന്നു, നീ സൈക്കിളിൽ പോകുന്നു, ബെൻസ് കാറിൽ പോകുന്നു. അയാൾ എടുത്ത എഫേർട്ട്, ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് തുറന്നത്, എത്രത്തോളം സർക്കാർ ഓഫീസുകൾ കയറി നിരങ്ങിയാണ് തുറന്നത്, ഇതിനെപ്പറ്റിയും തൊഴിലാളിക്ക് അറിയില്ല. തൊഴിലാളി ഒരു ഇന്റർവ്യൂ വെച്ചു, വന്നു, ജോലി കിട്ടി, ജോലി ചെയ്യുന്നു. അതിനൊരു എഫേർട്ട്, ഇട്ട പണം എത്ര ലക്ഷമോ എത്ര കോടിയോ ഉണ്ട്, ഇതിനെപ്പറ്റി ഒന്നും തൊഴിലാളിക്ക് അറിയില്ല, അറിയിക്കുകയുമില്ല. അങ്ങനെ ഒരു വിവരം കെട്ട തലമുറ നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം നിലനിൽക്കുന്നു. ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കേണ്ട സ്ഥാപനങ്ങളെല്ലാം പണ്ടാറടങ്ങാൻ പൂട്ടിയും പോയിട്ടുണ്ട്. ഇപ്പോൾ സാബു ജേക്കബ് വ്യക്തമായി തുറന്നു പറഞ്ഞു, ശ്രീനിധൻ ഉൾപ്പെടെ സകല എണ്ണവും ഇങ്ങനെ വീട്ടുപരിമറത്ത് തലയിലും മുണ്ടുവിട്ട് വന്ന് ഇന്ന് കാശും മേടിച്ച് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ തൊഴിലാളികളെല്ലാം എന്തായി? അവർ കാശും മേടിച്ച് പോയി, നമ്മളെന്തായി? ഞാൻ പറയുന്നില്ല, അതിൻ്റെയൊക്കെ മലയാള വാക്കുകൾ വളരെ വൃത്തികേടാണ്.